ആബേൽ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂൽ കുഞ്ഞുങ്ങളിലെ കൊഴുപ്പുള്ള ഭാഗങ്ങൾ കർത്താവിനെ കാഴ്ചയർപ്പിച്ചു. ഉൽപ്പത്തി 4:4. ആബേലിൻ്റെ ബലിയെപ്പറ്റി നമുക്കറിയാം. ആബേൽ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല കടിഞ്ഞൂൽ ആടിനെയാണ് ദൈവത്തിനായിട്ട് കാഴ്ചയർപ്പിക്കുന്നത്. കായേലിൻ്റെ ബലിയിൽ നിന്ന് ആബേലിൻ്റെ ബലിയെ വ്യത്യസ്തമാക്കുന്നത് കായേൽ തനിക്ക് ആവശ്യമുള്ളത് കുറച്ച് മാറ്റിവെക്കുകയാണ്, റിസർവ് ചെയ്ത് വയ്ക്കുകയാണ്. എന്നാൽ ആബേലിന് അങ്ങനെ ഒരു ചിന്തയേ ഉണ്ടായിരുന്നില്ല. ആബേലിൻ്റെ ഏക ലക്ഷ്യം എന്ന് പറയുന്നത് തൻ്റെ ആടുകളിലെ ഏറ്റവും നല്ല ആടിൻ്റെ ഏറ്റവും നല്ല ഭാഗം ദൈവത്തിനായിട്ട് കാഴ്ചവെക്കുക എന്നതാണ്. ഏറ്റവും നല്ലത് ചോയ്സ് ചെയ്തിട്ട് അതിലെ ഏറ്റവും നല്ല ഭാഗം ദൈവത്തിന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ദ ബെസ്റ്റ് ചോയ്സസ്റ്റ് കട്ട് എന്ന് പറയാം. അതുകൊണ്ടാണ് ആബേലിൻ്റെ ബലി ദൈവം സ്വീകരിക്കുന്നത്. ദൈവവും ഇതുപോലെ തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ ഏകപുത്രനെയാണ് നമ്മുടെ രക്ഷയ്ക്കായിട്ട് ലോകത്തിലേക്ക് അയക്കുന്നത്. ഈശോയും അവിടെ ഒരു ബെസ്റ്റ് ചോയ്സ് നടക്കുകയാണ്, ചോയ്സസ്റ്റ് കട്ട് നടത്തുന്നുണ്ട്. നമുക്ക് വേണ്ടി അവൻ്റെ സ്വന്തം ജീവിതം നമുക്ക് നൽകുകയാണ്. അങ്ങനെ ഈശോയുടെ ബലിയും ദൈവം സ്വീകരിക്കുകയാണ്. നമ്മുടെ ഈ നോമ്പുകാലം നമുക്കൊരു ബെസ്റ്റ് ചോയ്സസ്റ്റ് കട്ട് നടത്താനുള്ള ഒരു അവസരമാണ്. നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റിവെക്കാനുള്ള ഒരു അവസരം. നമ്മൾ ചിലപ്പോൾ കോളേജിൽ പഠിക്കുമ്പോൾ ക്ലാസ്സിൻ്റെ ഇടയിൽ ചിലപ്പോൾ നമ്മളൊന്ന് കട്ട് ചെയ്തിട്ട് ചായ കുടിക്കുന്ന ഒരു ശീലം ഉണ്ടാവും. അത് ഒന്ന് കട്ട് ചെയ്യാനായിട്ട് പരിശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് മൊബൈൽ യൂസ് ചെയ്യാനായിരിക്കും. ആ മൊബൈൽ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ വല്ല വീഡിയോ കാണാം, അല്ലെങ്കിൽ കളിയായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് വല്ല ദുശീലങ്ങളായിരിക്കാം. അതെല്ലാം മാറ്റിവെക്കാനായിട്ട് ദൈവത്തിന് വേണ്ടിയിട്ട് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ചിലപ്പോൾ നമുക്ക് സംശയം തോന്നിയേക്കാം, ഓൾറെഡി നോമ്പ് തുടങ്ങിയില്ലേ, ഇനി നമുക്ക് നോമ്പ് എടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നമുക്കറിയാം, ദൈവം തൻ്റെ മുന്തിരിത്തോട്ടത്തിൽ ജോലി ചെയ്യാൻ വന്ന എല്ലാവർക്കും വൈകി വന്നവർക്കും ഒരേ വേദനയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് ഇനിയും നമ്മൾ വൈകിയിട്ടില്ല. നമുക്ക് ഇഷ്ടമുള്ളത് മാറ്റിവെക്കാനായിട്ട് ഇനിയും നമുക്ക് സാധിക്കും. ഇനിയുള്ള നോമ്പുകാലത്തിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് അതിനായിട്ട് പരിശ്രമിക്കാം. സർവേശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.